ഇതാണ് ഏറ്റവും വലുത്. ഇതാണ് അത് ഒരാൾക്കും കഴിയില്ല, ഒരു മലക്കിന് കഴിയില്ല, ഒരു നബിക്ക് കഴിയില്ല. ഇല്ലാലി മുഹമ്മദിൻ ഇല്ലാലി മുഹമ്മദിൻ. ഭയങ്കര, അത് ഭയങ്കര. അതായത് ചെവിയുടെ പകുതി വരേക്കും മനുഷ്യന്റെ വിയർപ്പ് വരും. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അന്ന് മനുഷ്യൻ 50,000 കൊല്ലമാണ് മഹ്ശറിൽ നിൽക്കുക. 50,000 കൊല്ലം ഇങ്ങനെ നിൽക്കണം. ഹദീസിൽ ഇങ്ങനെയാ കണ്ടത്. റാഫിഉ റൂസി ഇങ്ങനെ നിൽക്കണം. ഒരു റിവായത്തിൽ കാണാം 1000 കൊല്ലത്തിൽ ഒരിക്കൽ തല താഴ്ത്തി ഉയർത്താൻ സമ്മതം കൊടുക്കും. ഒരു റിവായത്തിൽ 100 കൊല്ലം എന്നുണ്ട്. 2 റിവായത്ത് കാണും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് ആലോചിച്ചു. ഇങ്ങനെ നിൽക്കുന്നു. അതിനൊക്കെ വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയ രസം ആ നൃത്തമോ. ആ നൃത്തത്തെക്കുറിച്ച് പുണ്യനബി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ നൃത്തം തന്നെ എങ്ങനെയാണ്? രണ്ട് കാല് കുത്താൻ സ്ഥലം കിട്ടിയാലും അവർ വിജയിക്കും. 50,000 കൊല്ലം. ഇത് തമാശല്ല, ഖുർആനാണ്. അള്ളാഹു മനുഷ്യന്മാരെ വിശ്വാസമില്ലാത്ത ഉള്ളവരാണല്ലോ ഇവിടെ വന്നത്. അപ്പോഴല്ലേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. മനുഷ്യന് വേദനിക്കുന്നതും ഭയാനകവുമായ കാര്യം കേട്ടാൽ മനുഷ്യന്റെ കൽബ് അലിയാതിരുന്നാൽ അവൻ അള്ളാഹിന്റെ അടുക്കൽ ദോഷ്യവും. ഇപ്പോഴൊന്നും മനസ്സിൽ വേദനിച്ചാൽ തന്നെ ഈമാൻ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭയാനകമായ കാര്യം കേൾക്കുമ്പോൾ മനസ്സിൽ വേദനിക്കൽ മുഅ്മിനിന്റെ ലക്ഷ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഭയങ്കര ഭയാനകമായ ഖിയാമത്ത് നാളിലെ ഭയാനകമായ കാര്യം കേട്ടിട്ടും ഒരാൾക്ക് പേടി തോന്നുന്നില്ലെങ്കിൽ അവൻ അള്ളാഹിന്റെ അടുക്കൽ ശഖിയ, ദോഷിയ. നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ. ഇത്ര ഉണ്ടാവില്ല, ഇത്രയൊന്നും ഉണ്ടാവില്ല തന്നെ. രണ്ട് കാല് കുത്താനുള്ള സ്ഥലം കിട്ടിയാലും വിജയിക്കും. എത്ര കൊല്ലം? 50,000. 50,000 കൊല്ലം. ഒരു സദസ്സിലൊക്കെ വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ കഴിയാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എരിപ്പിരിക്കൊള്ളും. വലിയ പരിപാടിക്ക് വന്നിട്ട് ഉദ്ഘാടനത്തിന് മുമ്പ് പ്രസംഗിച്ചു പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ട്. തിരക്കാണ്, അവർക്ക് നിൽക്കാൻ കഴിയില്ല, ഒന്നും ലക്ഷ്യമിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും ഞാൻ കുറ്റം പറയല്ല, പക്ഷേ ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, മനുഷ്യന്മാരെ ഇതെന്ത് കഥയാണ്. മനുഷ്യന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയില്ല, ഒരു സദസ്സിൽ വരെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകണം, ഇരിക്കാൻ കഴിയില്ല. മനുഷ്യന് ഏറ്റവും വലിയ ദോഷമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവരടുത്തൊക്കെ ഈ കാസറ്റ് എത്തും എന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അന്ന് നന്മയല്ല, തിന്മയാണ്. പേടിക്കണം. സബറിലിടുക. സബറില്ലാത്തവനെ സബറിലിടും 50,000 കൊല്ലം. അന്ന് സ്വാബിരീങ്ങൾക്ക് അന്ന് സബറുള്ള ആളുകളോ പീഠത്തിന്റെ മുകളിൽ, സ്റ്റേജിന്റെ മുകളിൽ കയറിയേക്കും. പ്രകാശത്തിന്റെ സ്റ്റേജുകൾ അവർക്ക് വേണ്ടി കെട്ടിക്കൊടുക്കും. മാശറയിലെ ദുനിയാവിൽ കഷ്ടപ്പെടേണ്ട കാലത്ത് ത്യാഗം ചെയ്ത ആളുകൾ ത്യാഗം ചെയ്യണം. ത്യാഗം ചെയ്യുമ്പോഴേ മുഅ്മിനാവൂ, അല്ലെങ്കിൽ മുഅ്മിനാവില്ല. അതൊക്കെ വിട്ടുപോയി. അതൊക്കെ നമ്മളെ നിഘണ്ടുകൊണ്ട് പോയി. ത്യാഗം എന്നൊരു സംഗതിയില്ല. എല്ലാം നശിക്കാൻ കാരണം ത്യാഗമില്ലായ്മ. പഴയതുപോലെ ഇന്ന് സംഘടനകൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ഉദാഹരണം, ഏത് സംഘടന, മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഇന്ന് തരം കോലങ്ങളായി മാറി. എന്താണ് കാരണം? കാരണം പുതിയ തലമുറയിൽ ത്യാഗങ്ങളില്ല എന്നതാണ്. ത്യാഗമില്ല. പഴയ തലമുറയോ ത്യാഗമുള്ളൂ, കെട്ടിപ്പടുത്തത് ആ ത്യാഗത്തിലൂടെ. അപ്പോൾ അവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇന്ന് അതിനേക്കാൾ ഇരട്ടി നേട്ടം ഉണ്ടാക്കാൻ അതിനുപോലെ അതിനേക്കാൾ ആളുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷെ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ത്യാഗമല്ല.
ഞാൻ പറഞ്ഞില്ലേ പച്ചയിറച്ചി ചുട്ടല്ലോ ഖബ്ബാബ് ബിൻ അറത്തിന്റെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചില്ല, സബർ ചെയ്തതാണ്. മനസ്സിലായില്ല? ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിപ്പിടിച്ചിട്ട് ചുട്ടു. ഖുറൈശികൾ തീയുണ്ടാക്കിയിട്ട് തീയിലിട്ട് ചുടുകയാണ്. ബോധരഹിതനായപ്പോൾ വിട്ടുപോയി. അതേ ഖബ്ബാബ് പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ പുണ്യ നബിയുടെ അരികിൽ വന്ന്, നബിയെ അല്ലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് കൊണ്ട് ദുആനോട്. അപ്പോൾ പറഞ്ഞു, അഹം ഹസിബതും ആയത്തിറങ്ങി, അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വല്ലറാ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന എന്ന് തുടങ്ങുന്ന ആയത്ത് അപ്പോൾ ഇറങ്ങിയത്. ത്യാഗം ചെയ്യാതെ ക്ഷമയില്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങനെ പാഞ്ഞു കയറാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പൊ ഇവിടെ ക്ഷമയോടുകൂടെ ത്യാഗം ചെയ്ത ആളുകൾക്ക് അവിടെ പ്രകാശത്തിന്റെ സ്റ്റേജുകൾ കിട്ടും. അല്ലാഹു തൗഫീഖ് നമുക്ക് തരട്ടെ. ആമീൻ പറഞ്ഞ പോരാ, അത് ചെയ്യണം. ആമീൻ എളുപ്പമാണ്, ചെയ്യണം, അധ്വാനിക്കണം, ത്യാഗം ചെയ്യണം. അങ്ങനെയാണ്. കോലങ്ങൾ കൊണ്ടൊന്നും കാര്യമല്ല, ത്യാഗത്തിന് തയ്യാറാകണം. ത്യാഗമുള്ള വിജയിക്കും. ത്യാഗമാണ് ദീന്. ഞാൻ നിങ്ങളൊരു ഉസ്താദ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ ഉപദേശത്തെ കേൾക്കണം, തെറ്റിദ്ധരിക്കരുത്. പുതിയ തലമുറയിൽ നമുക്കൊക്കെ പരാജയങ്ങളാണ്, കാരണം ത്യാഗമില്ല എന്നതാണ്. പണ്ഡിതന്മാർക്ക് പഴയതുപോലെ വളരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മേമ്പൊടി മേലെ നോക്കി പോവുകയാണ്, പഠിപ്പില്ല. ഞാൻ പറഞ്ഞില്ല, 42 കൊല്ലം ത്യാഗം ചെയ്ത പണ്ഡിതൻ ഇന്ത്യയിൽ വന്നു. ആര് പറഞ്ഞല്ലോ? 42 കൊല്ലം ഉസ്താദിന്റെ കീഴിൽ ത്യാഗം ചെയ്ത് പഠിച്ചാൽ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആള് മുസ്ലിമായി. ആര്? ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. ത്യാഗാണത്, ത്യാഗ. ശിഷ്യൻ നോമ്പൊൽക്ക, എന്നിട്ട് ഉസ്താദിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ശിഷ്യൻ നോമ്പൊറ്റ മരുഭൂമിയിൽ മാറാപ്പ് കെട്ടി നടക്കുക. 42 കൊല്ലം, 42 കൊല്ലം ശിഷ്യൻ. എന്നിട്ടോ ദിവസവും പകലൊരു ഖത്തവും രാത്രി ഒരു ഖത്തവും തീർക്കുകയും വേണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഉസ്താദിനെ അലക്കണം, കൂടെ നടക്കണം, പഠിക്കണം. ദിവസം 2 ഖത്തവും തീർക്കണം. എന്താ ആ മനുഷ്യനെ പിന്നെ പുറത്തിറങ്ങി വന്നപ്പോൾ ആ മനുഷ്യനെ കണ്ടവരൊക്കെ മുസ്ലിമായി. അങ്ങനെ 100. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അവർ നടക്കുന്ന തന്നെ അള്ളാഹിന്റെ വെളിച്ചത്തിലായിരിക്കും. ഇതിന് തയ്യാറാകാത്ത ആളുകളെ അള്ളാഹു മാശറിൽ അങ്ങോട്ട് കെട്ടിയിടും. രണ്ട് കാല് കുത്താനുള്ള സ്ഥലം കിട്ടിയാലും അവർ വിജയിക്കുമെന്നാണ്. അതും കിട്ടൂല എന്നർത്ഥം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എന്നാൽ സാധാരണക്കാർ ഏറ്റവും ത്യാഗം ചെയ്ത ക്ഷമിച്ച ആളുകളാണ് മുഹാജിരീങ്ങൾ. ആ മുഹാജിരീങ്ങൾക്ക് മാശറ ഇല്ലെന്ന് മനസ്സിലായില്ല. മുഹാജിരീങ്ങൾക്ക് മഹ്ശർ എന്ന പരിപാടി, മുഹാജിരീങ്ങൾക്ക് മഹ്ശർ എന്നൊരു കാര്യം തന്നെ ഇല്ല. അതൊരു വിഷയം തന്നെ. ശഫാഅത്ത് പോയിട്ട് അവർക്ക് മഹ്ശറല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? കഷ്ടപ്പെടുന്നവനല്ലേ ശഫാഅത്ത്. ഇവർക്ക് എന്തില്ല? പറ, എന്തില്ല? മഹ്ശറില്ല, മഹ്ശർ എന്നില്ല. ആർക്ക്? അസ്ഹാബ് മുഹാജിരീങ്ങൾ. അവർ ഖബറിൽ എണീറ്റാൽ നേരെ അങ്ങോട്ട് ചെല്ലും. തുറക്കുവീൻ. അപ്പോൾ മലക്കുകൾ ദേഷ്യപ്പെടും. കൈഫ യുഫ്തഹു ലക്കും അബഹുസിബതും. തുറക്കുകയോ? നിങ്ങൾക്ക് ഹിസാബ് കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ തുറക്കും? അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും. അല അയ്യ ശൈഇൻ നുഹാസബ്, എന്തടിസ്ഥാനത്തിൽ ഹിസാബ് ഞങ്ങൾക്ക്? കുടുംബവും വീടും ഭാര്യയും മക്കളും വിട്ടിട്ട് മുഹമ്മദ് നബി ചൂണ്ടിക്കാണിയെടുത്താണിച്ചടത്ത് നടത്തുന്നവരായിരുന്നു ഞങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് ഹിസാബോ? ഓ, മലക്കുകൾക്ക് ബേജാറായി, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. മുഹാജിരീങ്ങൾ സ്വർഗത്തിൽ കയറി വിശ്രമിക്കും. ജനങ്ങൾ അപ്പോഴും ഹിസാബിലായിരിക്കും. കാരണം അവർ അത്രയും ഈ ദുനിയാവിൽ ത്യാഗം ചെയ്തവരാണ് മുഹാജിരീങ്ങൾ. അൽ മുഹാജിറൂന ഇലാ മഹ്ജരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഭയാനകമായ മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അത് മുഖ്തസത്തും ബിനബീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിലെല്ലാവരും ഉണ്ടാവും. ഫിർഔൻ ഉണ്ടാവും, ഹാമാൻ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. മഹ്ശറിൽ ഇങ്ങനെ കൂടി നിൽക്കും. അവസാനം മുഹമ്മദ് നബിയെ കാണും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാർക്കും ഒരു പ്രവാചകനോ ഒരു മലക്കിനോ അത് ചെയ്യാൻ കഴിയില്ല. അത് മുഖ്തസത്തും ബി മുഹമ്മദിൻ. അപ്പോൾ